നമസ്കാരം. ന്യൂസ് മാസിൻ മലയാളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലാവസ്ഥ അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ 10 ദിവസത്തോളമായി തുടരുന്ന മഴയെ തുടർന്ന് സംസ്ഥാനത്തിൻ്റെ പല ജില്ലകളിലും വലിയ നാശനഷ്ടങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഇടുക്കിയിൽ ഉരുൾപൊട്ടലുണ്ടായി, അതോടൊപ്പം തന്നെ മണ്ണിടിച്ചിലുണ്ടായി. അതുപോലെ തന്നെ സംസ്ഥാനത്ത് തൃശ്ശൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ വെള്ളപ്പൊക്കം ഇന്ന് അനുഭവപ്പെട്ടത് തൃശ്ശൂർ ജില്ലയിലാണ്. തൃശ്ശൂർ അശ്വിനി ഹോസ്പിറ്റലിലേക്കൊക്കെ വെള്ളം കയറുന്ന അവസ്ഥയൊക്കെ നമ്മൾ ഉച്ചയ്ക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ തൃശ്ശൂരിൻ്റെ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ വെള്ളക്കെട്ട് നിറഞ്ഞ ഒരു അവസ്ഥയാണ്. ഏറ്റവും ദുഃഖകരമായ ഒരു വാർത്ത ഇപ്പോൾ വന്നിരിക്കുന്നത് തൃശ്ശൂരിൽ ഇടിമിന്നലേറ്റ് 2 പേർ മരണപ്പെട്ടു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇടുക്കി ജില്ലയിലും അതിശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. മുല്ലപ്പെരിയാർ അണക്കെട്ട് ഇന്ന് തുറന്ന് തമിഴ്നാട്ടിലേക്ക് ജലം ഒഴുക്കിവിടുന്ന റിപ്പോർട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട്. സെക്കൻഡിൽ 300 ഘന അടി വെള്ളമാണ് ഇന്ന് മുല്ലപ്പെരിയാറിൽ നിന്ന് തുറന്നുവിടാൻ പോകുന്നത്. ഇത് തേനിയിലെ കൃഷി ആവശ്യങ്ങൾക്കും അതോടൊപ്പം തന്നെ കുടിവെള്ള ആവശ്യങ്ങൾക്കുമൊക്കെയായി ഉപകരിക്കുമെന്നാണ് ഇപ്പോൾ തേനി കളക്ടർ അറിയിച്ചിരിക്കുന്നത്. ഇതിനിടയിൽ മുല്ലപ്പെരിയാറിൽ മഴക്കാലത്ത് സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങളും അതോടൊപ്പം തന്നെ മുൻകരുതലും ഒക്കെ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര സംഘം ഈ മാസം 13, 14 തീയതികളിൽ മുല്ലപ്പെരിയാറിൽ പരിശോധന നടത്തുമെന്ന അറിയിപ്പും വന്നിട്ടുണ്ട്. അതേസമയം തൃശ്ശൂരിൽ മഴക്കെടുതി രൂക്ഷമായി തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത്. നഗരത്തിൽ കനത്ത മഴയെ തുടർന്ന് പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുള്ള സാഹചര്യമുണ്ട്. ഇതോടെ വിവിധ മേഖലകളിലേക്കുള്ള ഗതാഗതവും സ്തംഭിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് തൃശ്ശൂരിലുള്ളത്. തൃശ്ശൂരിൽ ഇടിമിന്നലേറ്റ് ഒരു പുരുഷനും ഒരു സ്ത്രീക്കും ജീവൻ നഷ്ടമായി എന്ന വളരെ ദുഃഖകരമായ വാർത്തയും ഇവിടെ നിർത്തുന്നുണ്ട്. ഇരുവരും വീടുകളിൽ തുടരുമ്പോഴാണ് ഇടിമിന്നലേറ്റ് മരണത്തിന് കീഴടങ്ങിയത്. അതോടെ ജില്ലയിൽ അതീവ ജാഗ്രത പുലർത്തണമെന്നാണ് നിർദ്ദേശം. രാവിലെ വീടിന് പുറത്തെ ബാത്റൂമിൽ കുളിച്ചുകൊണ്ടിരിക്കുകയാണ് നിമിഷയ്ക്ക് ഇടിമിന്നലേക്കുന്നത്. വീടിനകത്തിരിക്കുമ്പോഴാണ് ഗണേഷ് എന്ന് പറയുന്ന പുരുഷന് ഇടിമിന്നലേറ്റ് ജീവൻ നഷ്ടമായത്. വരും മണിക്കൂറുകളിലെ കാലാവസ്ഥ അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കുമായി ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തുകൂടി കാണുക. താങ്ക്